ഹലോ, വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ളോഗ്. ഇന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വ്ളോഗാട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പാപ്പിലിയോ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ്. എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നതാണ്. കുട്ടികളൊക്കെ വീട്ടിലുണ്ടായപ്പോൾ ഏതെങ്കിലും പാർക്ക് പോവാമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ പാപ്പിലിയോ ഞങ്ങൾ അവിടുന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ എത്തി. ഇതാ പാർക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 70 രൂപയാട്ടോ. പിന്നെ കുട്ടികൾക്ക് ഈ ബോട്ടിങ്, സ്വിമ്മിംഗ് പൂൾ അതിനൊക്കെ 50 രൂപ വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ട്. അല്ലാതെ എല്ലാവർക്കും 70 രൂപയാണ് കേട്ടോ ചാർജ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഈ എക്സ്ട്രാ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ ഈ 70 രൂപയിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മുതിർന്നവർക്കും തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫാമിലിക്ക് 20 പേർക്ക് 2000 രൂപ നിരക്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ അലൗഡാണ്. ഇതാ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി എൻട്രി ഫ്രീ ഒക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ കുറേ കാണുന്നില്ലല്ലോ, വീഡിയോ ഇടുന്നില്ലല്ലോ എന്നൊക്കെ. ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വീഡിയോ, ഷോർട്സ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇട്ടിട്ട് ഞങ്ങളങ്ങനെ ഒരു ദിവസം പോലും ഷോർട്സ് ഇടാത്ത ദിവസങ്ങളില്ല. വീഡിയോ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇടാറ്. പക്ഷെ അങ്ങനെ ചോദിച്ചവർക്ക് എല്ലാവരോടും ഒരു നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് പെരുന്നാളിന് ഒരു സ്ട്രൈക്ക് കിട്ടി യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന്. ഞങ്ങളടുത്ത് വന്ന ഫോൾട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല ഇതിൻ്റെ കുറേ പോളിസികളുണ്ടല്ലോ. ഈ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഒരു വീഡിയോ ഇട്ടത് അത് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഒരാഴ്ച ഞങ്ങൾക്ക് യൂട്യൂബ് ഞങ്ങളെ വിലക്കിയിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെ. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ആകെ സങ്കടമായിട്ടുണ്ടായിരുന്നു. ഇനി സ്ട്രൈക്ക് മാറൂലേ, ആകെ ടെൻഷനിലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ മാറിയപ്പോൾ ഒരു സമാധാനം കേട്ടോ. മാറിയപ്പോൾ തന്നെ ഈ വീഡിയോസൊക്കെ ആ ടൈമിൽ എടുത്ത് വെച്ചതാണ്. ഇനി വീഡിയോ ഇടാൻ കഴിയൂല, വേറെ ചാനൽ തുടങ്ങേണ്ടി വരുമെന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ആ നിഷു ഇവിടെ ഇങ്ങനെ ഓരോന്ന്, ഫസ്റ്റ് ഇതിലൊന്നും നിഷുവിന് അറിയുണ്ടായിരുന്നില്ല. റഷ്മോൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ചാടി ചാടി വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ നിഷു അത് പഠിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ 2ാം തവണ ചെയ്തപ്പോൾ അവൻ പെട്ടെന്ന് അവനെ കൊണ്ട് പറ്റണതിൻ്റെ മാക്സിമം അവൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇതൊക്കെ ആ 70 രൂപ ഇൻക്ലൂഡ് ആട്ടോ. നിഷു മുട്ട് കുത്തിയിട്ടൊക്കെ നോക്കുക കേട്ടോ, എങ്ങനെയും ആ അറ്റത്തെത്തണമല്ലോ. പിന്നെ മുതിർന്നവർക്ക് വേറെ കളിക്കാൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഊഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. നിഷു എല്ലാത്തിലും കയറി നോക്കൂ കേട്ടോ. പിന്നെ നല്ല മഴ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അത്. റഷക്കുട്ടി, നിഷു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറിയൊക്കെ നോക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളെല്ലാ വീഡിയോസിലും പറയാറുണ്ട്, മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ പേയ്മെൻറ്റ് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടി തുടങ്ങുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിഷുവും റഷക്കുട്ടിയൊക്കെ മുകളിലേക്ക് കയറി നോക്കുകയാണ്. ഞങ്ങളൊക്കെ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് 2-3 പാർക്ക് ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ പാപ്പിലിയോ തന്നെ. പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്തെ ഒരു മലയാളി ഫാമൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇതാണ് കുട്ടികളെ പൂള് എന്ന് പറയുന്നത് കേട്ടോ. അതിന് എക്സ്ട്രാ 50 രൂപ ചാർജ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുതിർന്നവർക്കുള്ള പൂള് ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ല കേട്ടോ, അതൊരു പ്രൈവറ്റ് പൂളായിട്ട് നല്ല സെക്യൂരിറ്റി ഒക്കെ ഉള്ളൊരു പൂളാട്ടോ. അപ്പോൾ നിഷു എല്ലാത്തിനും കയറി നോക്കുന്നുണ്ട്. റഷക്കുട്ടി ഒരു ഭാഗത്തും റാസിലും അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിഷു അത് ഓരോന്നിൽ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൽ കയറണം എന്നൊക്കെ. ബോട്ടിങ്ങിന് എക്സ്ട്രാ 50 രൂപ ചാർജ് ഉണ്ട് കേട്ടോ. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ലാസ്റ്റ് വെച്ച് അവൻ കയറി കേട്ടോ. ഒരു അരമണിക്കൂറോളം അവൻ അതിൽ സ്പെൻഡ് ചെയ്തു. എല്ലായിടത്തും ഉള്ള പോലത്തെ ഐറ്റംസൊക്കെ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും. പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് വന്നാൽ എന്തായാലും മാക്സിമം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇവിടെ വേറെ ഒരു പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഏരിയ തന്നെയുണ്ട്. ഇവിടെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയി നോക്കിയില്ല എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊന്നും. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്കിലേക്ക് വരുന്നത്. നിഷു വന്നിട്ടുണ്ട് കേട്ടോ, റഷയുടെ ഒക്കെ ഒപ്പം നിഷു വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതവിടെ മീൻ ഒക്കെ ഉണ്ട്, നിഷു ഷാർക്ക് എന്തൊക്കെയോ പേരുകൾ അവൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതവിടെ ചെറിയൊരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. പല ഐറ്റംസ് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പാറൻ്റെ ഒക്കെ കുറേ പാറകൾ വെച്ച് നല്ല രസമുള്ള ഒരു പ്ലേസ് കേട്ടോ.
അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ കയറി. അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഐസായിട്ടും ചായ ആയിട്ട് ഐസ്ക്രീം ഒക്കെ ആയിട്ട്. ഞങ്ങൾ മോമോസും കോഫി ആട്ടോ കഴിച്ച് നോക്കിയത്. മോമോസ് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നിഷുവിനെ ബോട്ടിങ്ങിന് കയറ്റി കേട്ടോ. അവന് ബോട്ടിങ്ങിന് അതിൻ്റെ ആ ഒരു ആള് അവനെ കയറ്റുകയാണ്. അപ്പം അവന് ആദ്യം ഒന്ന് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിലൊന്നും അങ്ങനെ ഇറങ്ങാത്തതല്ലേ. പിന്നെ അവൻ ആള് സെറ്റായി. പിന്നെ അതിൽ നിന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൻ കയറേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ അവിടുന്ന് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് കയറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിഷു പിന്നെ ഇതിൽ നിന്ന് കയറാൻ ഒട്ടും കൂട്ടാക്കിയിരുന്നില്ല. അവന് പിന്നെ അവിടെ സെറ്റായി. ആദ്യം ഒന്ന് രണ്ട് കറക്കൊക്കെ കറങ്ങി. പിന്നെ അവന് ഓക്കെ ആയി. ഇതിങ്ങനെ തിരിക്കുകയാട്ടോ ചെയ്യുന്നത്. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയതൊരു ചൊവ്വാഴ്ചയാണ്, ചൊവ്വയല്ല വ്യാഴാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കി ഞാൻ ജസ്റ്റ് ആ മഴക്കാറൊന്നും എടുത്തതാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലും പിന്നെ നിഷു ഇവിടെ കളിക്കുന്നതും. അപ്പം എന്തായാലും നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ സ്ട്രൈക്കും ഇതൊക്കെ വന്നിട്ട് ഇനി എത്രത്തോളം വ്യൂസ് ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതും കഴിഞ്ഞിട്ട് പിന്നെ നിഷു വീണ്ടും പോരാൻ കൂട്ടാക്കണ്ട. അപ്പോൾ അവന് വീണ്ടും ഓരോന്നിലൊക്കെ പോയി കയറുകയായിരുന്നു. ഇതാ കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് ആട്ടോ ഇത്. നമ്മുടെ 2 വയസ്സ് ഉള്ള താഴെയുള്ള കുട്ടികൾക്കുള്ളതാട്ടോ. ഇവിടെ ഇതിലും കുറേ ഐറ്റംസ് ഉണ്ട്. ചെറിയൊരു വണ്ടി കണ്ടോ, അതാണ് കാര്യമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ബൈ ബൈ.